എല്ലാ 50-60 വർഷം കൂടുമ്പോൾ ഒരു വലിയ വെള്ളപ്പൊക്കം കേരളത്തിൽ സ്വാഭാവികമാണ്. വലിയ വെള്ളപ്പൊക്കം വരുമ്പം ഇതെന്ത് സംഭവിക്കും? ഡാം കവിഞ്ഞൊഴുകും. ഡാം കവിഞ്ഞൊഴുകിയാൽ അത് താഴെ വീഴും. ആദ്യം ഒരുപക്ഷെ ഇത് വേണമെങ്കിൽ കാഞ്ഞിരപ്പള്ളി ആ ഏരിയയിലേക്ക് പോകാം, ഒരുപാട് വെള്ളം. എന്തായാലും ഇത് ലോകമെമ്പാടും ഇതിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട്. ഡാം സേഫാണ്, അറ്റ്ലീസ്റ്റ് ഇത് താഴെ കിടക്കുന്നവർക്ക് മനസമാനത്തോടെ ഉറങ്ങാമല്ലോ. പിന്നെ നിയമപരമായിട്ട് പല എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും കേരളത്തിൻ്റെ കയ്യിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കുറിപ്പുകിട്ടുണ്ട്. ഞാൻ ഡോക്ടർ ജോ ജോസഫ്, ഞാൻ പ്രൊഫസറാണ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, മെഡിക്കൽ കോളേജിൽ, അടൂർ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. അപ്പം അതുകൂടാതെ ഞാൻ ഈ സാമൂഹികമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ്. ഇപ്പം മുല്ലപ്പെരിയാർ, അല്ലെ അതുപോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം എന്നിങ്ങനെ കുറച്ച് സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടുന്നു. മുല്ലപ്പെരിയാറായിട്ട് ബന്ധപ്പെട്ട് ഒരു സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നു. ഇപ്പം ആക്റ്റീവായിട്ടുള്ള കേസ് എൻ്റെ കേസാണ്. ഞാനിത് ആദ്യമായിട്ട് ഈ വിഷയം പഠിക്കുന്നത് ശ്രീ പി ജെ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വർക്ക് ചെയ്തപ്പോഴാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹമായിട്ട് ഞാൻ ഡൽഹിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, ഈ ഹരീഷ് സാൽവെ പോലുള്ള വക്കീൽമാരൊക്കെ ആയിട്ട് എനിക്ക് സംസാരിക്കാനും അതിനെക്കുറിച്ചൊക്കെ അറിയാനും, പിന്നെ അതുപോലെ തന്നെ IIT റൂർക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഈ ഡാം എൻജിനീയറിങ് നടത്തുന്ന അല്ലെങ്കിൽ അവിടുത്തെ കോഴ്സ് നടത്തുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോകാനൊത്തു. അതുപോലെ തന്നെ IIT ഡൽഹി അവരുടെ റിപ്പോർട്ട്സ് എല്ലാം പഠിക്കാനൊത്തു. പിന്നെ ആ പ്രോസസ്സൊക്കെ കേരളത്തിൽ വന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ വിപുലമായിട്ട് എനിക്ക് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ നിന്നാണ് എനിക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയം, ഇത് 10-15 വർഷം മുമ്പേ നടക്കുന്ന കാര്യങ്ങളായി പറയുന്നത്, മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പഠിക്കാൻ ഒരവസരം കിട്ടി. ആ അവസരത്തിൽ നിന്ന് തന്നെ എനിക്ക് ഈ 2 റിപ്പോർട്ടും, ഡൽഹി IIT റിപ്പോർട്ടും റൂർക്കി IIT റിപ്പോർട്ടും ഈ ഡാം സേഫ് അല്ല എന്നൊരു അവരൊരു പറഞ്ഞ റിപ്പോർട്ടിൽ അതാണ് ഉള്ളത്, അതിൻ്റെ ഉള്ളടക്കം അതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ടും എല്ലാം പഠിച്ചിട്ട് ഒരു എംപവേർഡ് കമ്മിറ്റി, സുപ്രീം കോടതി നിയമിച്ചൊരു എംപവേർഡ് കമ്മിറ്റി ആ ഡാം സേഫ് ആണെന്ന് അവർ സർട്ടിഫൈ ചെയ്തു. വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്റ്റഡീസും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ 2014 സുപ്രീം കോടതി ആ വിധി പുറപ്പെടുവിച്ചപ്പം ഇന്നത്തെ സിറ്റുവേഷൻ നിയമപരമായിട്ട് ആ ഡാം സേഫാണ്, മുല്ലപ്പെരിയാർ ഡാം സേഫാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ വേറെ ഒന്നും ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല തൽക്കാലത്തേക്ക്. നമ്മളതിനെക്കുറിച്ച് ആശങ്കപ്പെടാതെ പോകണം എന്നുള്ളതാണ് കോടതി ഉദ്ദേശിക്കുന്നത്. ഈ ഡാം സേഫ് ആണെന്ന് പറയുമ്പോൾ തന്നെ സുപ്രീം കോടതി ഒരു വലിയ സഹായം നമുക്ക് ചെയ്തത്, നമ്മളത് അന്ന് മനസ്സിലാക്കിയതിനേക്കാൾ വലിയ സഹായമായിരുന്നു. അന്ന് വരെ ഡാം പൂർണ്ണമായിട്ടും തമിഴ്നാടിൻ്റെ കൺട്രോളിലായിരുന്നു. ആ തമിഴ്നാടിൻ്റെ കൺട്രോളിൽ നിന്ന് മാറ്റി ഇത് സൂപ്പർവൈസ് ചെയ്യാനൊരു കമ്മിറ്റി ഉണ്ടാക്കി. ഒരു വെരി ഹൈ ലെവൽ കമ്മിറ്റിയാണ്, കോടതിയുടെ ക്രിയേഷനാണ്. അപ്പോൾ അതിന് നല്ല പവേഴ്സുണ്ട്. ആ കമ്മിറ്റിയിൽ ഒരു മെമ്പർ കേന്ദ്രത്തിൻ്റെ, ഒരു മെമ്പർ കേരളത്തിൻ്റെ, ഒരു മെമ്പർ തമിഴ്നാടിൻ്റെ. അപ്പോൾ അങ്ങനെ അത് പോവുകയായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ചില പാളിച്ചകളൊക്കെ പറ്റി. നമ്മുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് നമ്മൾ ഈ കമ്മിറ്റി കൂടണമെന്ന് നമ്മൾ നിർബന്ധിച്ചില്ല, ഈ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം നമ്മൾ നിർബന്ധിച്ചില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ആ കമ്മിറ്റി ഒരുമാതിരി യൂസ്ലെസ് കമ്മിറ്റി പോലെയായി. പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കോടതി പോകുന്നത്. കമ്മിറ്റിയുടെ ജോലി ചെയ്യുന്നില്ല, ഡാം സുരക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോകുന്നത്. അപ്പോൾ കോടതി പോയപ്പോൾ കോടതി അത് പൂർണ്ണമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു. അങ്ങനെ 2 ഓർഡേഴ്സ് കിട്ടി. ഇപ്പം ആ ഓർഡേഴ്സിൻ്റെ ഫലമായിട്ട് ആ ഡാമിൻ്റെ സേഫ്റ്റി കൂട്ടാനായിട്ട് കുറേ കാര്യങ്ങൾ സൂപ്പർവൈസറി കമ്മിറ്റിക്ക് ചെയ്യേണ്ട വന്നു. മാത്രമല്ല സൂപ്പർവൈസറി കമ്മിറ്റി നല്ലപോലെ ജാഗരൂകരായി. അവർ സ്ഥിരമായിട്ട് ഈ ഡാമിൻ്റെ സേഫ്റ്റി മോണിറ്റർ ചെയ്യാനും പിന്നെ അത് പഠിക്കാനും ഒക്കെ വളരെ ജാഗ്രതയോടെ ഒരു കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 സിറ്റുവേഷൻ ഞാൻ പറയുന്നത് ഡാം സേഫാണ്. അതാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു റിപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഡാമുകൾ 10 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം പരിശോധിക്കണം എന്നുള്ള ഒരു നിബന്ധന സെൻട്രൽ വാട്ടർ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിബന്ധനയായിട്ട് ഞാൻ പിന്നെയും കോടതിയിൽ പോയി ഈ ഡാം പരിശോധിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ഡാം നമുക്ക് പൊളിക്കണമെന്നോ അല്ലെങ്കിൽ അത് ജലനിരപ്പ് കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാൻ കേരളത്തിൽ നിന്ന് അധികാരമില്ല. കാര്യം എന്താ? ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡാം സേഫാണെന്നുള്ള. ഇപ്പോൾ ഒരു മനുഷ്യന് ഒരു അസുഖമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ
ഈ ഡാമിനൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഡാമിൽ എന്ത് ചെയ്യണം? ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ ഒരു ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാം അൺസേഫ് ആണെന്നൊരു ഒരു എന്തെങ്കിലും റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇനി ഇത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം ഡാം ഇനിയും ഇൻസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെയും അവിടെ കോടതിയെ സമീപിച്ചു. തമിഴ്നാട് ശക്തമായിട്ട് എതിർത്തു. അവർ വലിയ വക്കീൽമാരെയൊക്കെ കൊണ്ടുവന്ന് എതിർത്തു. പക്ഷേ ഞങ്ങൾക്ക് വിധി കിട്ടി. ഈ ഡാം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ വിധി കിട്ടി. അത് 2 വർഷം മുമ്പേ കിട്ടിയത്. ആ ഡാമിൻ്റെ പരിശോധന ഇൻ്റർനാഷണൽ എക്സ്പേർട്സ് വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സർക്കാർ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ ഡാമിൻ്റെ പരിശോധന ഇതുവരെ അത് നടത്താനായിട്ട് പല തടസ്സവാദങ്ങൾ കോടതിയിൽ, സുപ്രീം കോടതിയിൽ തമിഴ്നാട് ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പം തീർച്ചയായിട്ടും അത് വലിയ താമസമില്ലാതെ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഓർഡർ കിട്ടും. അപ്പോൾ ഡാം ഇവർക്ക് പരിശോധിക്കേണ്ടി വരും. തമിഴ്നാടിന് ഒട്ടും താല്പര്യമില്ല ഡാം പരിശോധിക്കാനായിട്ട്. ഒരു വലിയ വക്കീലുമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് തടസ്സപ്പെടും. അപ്പോൾ തമിഴ്നാടിനെ പോലെ വലിയ ശക്തിയെ എതിർത്ത് നിൽക്കാൻ പ്രയാസമെങ്കിലും എനിക്ക് സുപ്രീം കോടതിയിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വക്കീലിനെ പോലെ തന്നെ, അല്ല ഞങ്ങളെല്ലാവരെ പോലെ തന്നെ ആ ജഡ്ജിമാർ അവരൊന്നും പിന്നെ ഇത് ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഞങ്ങൾ കൊടുത്ത മാറ്റർ പഠിച്ച് അവർക്കും ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കി വളരെ ശക്തമായിട്ടാണ് കോടതി. അപ്പോൾ തമിഴ്നാടിൻ്റെ വലിയ വലിയ വക്കീൽമാരും 4-5 സീനിയർ വക്കീൽമാരും ഒക്കെ അവിടെ നിൽക്കുമ്പോഴും ഞങ്ങളുടെ വക്കീൽ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴും ഞങ്ങളുടെ വക്കീലിനോട് ഒപ്പം തന്നെ നിന്ന് കോടതി ഈ സുപ്രീം കോടതി മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ നിർണായകമായ വിധികൾ കിട്ടിയത്. ഈ വിധികളിൽ നമ്മളിപ്പം ഇത് ഡാം ഇപ്പം പരിശോധിക്കാൻ പോവുകയാണ്. അവർ ഉടനെ വലിയ താമസമില്ലാതെ അവർക്ക് അത് സമ്മതിച്ച് തരേണ്ട വരും. ഡാം പരിശോധിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ നമ്മളൊരു കാറ് ഓടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പല മീറ്ററുണ്ട്. സ്പീഡ് നോക്കുന്ന മീറ്റർ, അല്ലെങ്കിൽ ഫ്യൂവലിനുള്ള മീറ്ററുണ്ട്, അല്ലെങ്കിൽ ഒരു ആ ഡാമിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് പല പല സംവിധാനങ്ങളുണ്ട്. ഡാമുകൾക്കും ഇതെല്ലാം വേണ്ട. അതായത് അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നുണ്ടോ, ഭൂകമ്പം ഉണ്ടായാൽ അതെങ്ങനെ ഡാമിനെ ബാധിക്കും, പിന്നെ ഡാമിൻ്റെ പ്രഷർ എന്താണ്, ഡാമിലേക്ക് അപ്ലിഫ്റ്റ് പ്രഷർ എന്താണ്, ഡാമിന് ടിൽറ്റിംഗ് ഉണ്ടോ, ലീക്കുണ്ടോ, അങ്ങനെ കുറേ അധികം ഇൻസ്ട്രുമെൻറ്റ്സ് വേണം ഈ ഡാമിൻ്റെ അപകടം പഠിക്കാൻ. ഈ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ റീഡിങ് വെച്ചാണ് പിന്നെ ഡാം സേഫ് ആണോ ഇല്ലേ എന്നുള്ളത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ഡാമുകളിലും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗാലറി എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ നടുക്ക് കൂടെ പോകുന്ന ഒരു വഴിയാണ്. ഈ ഗാലറികളിൽ ചിലപ്പോൾ മുട്ടറ്റം വെള്ളം കാണും. അപ്പോൾ ആ ഡാമുകളൊക്കെ സേഫാണ്. അതൊന്നും ഡാമിൽ ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഡാം സേഫ് അല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പല ഡാമുകളിലും കാണാം, വളരെ സേഫായിട്ടുള്ള ഡാമുകളിൽ ഗാലറി കൂടെ പോയാൽ വെള്ളം കാണാം, ലീക്കുണ്ട്. പക്ഷേ എവിടെയാണ് അപകടം നമ്മൾ മണക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വരെ ഒരു 30,000 ലിറ്റർ ലീക്കുണ്ട്, അല്ലെ 10,000 ലിറ്റർ ലീക്ക് ഉണ്ടായിരുന്നൊരു ഡാമിന് പെട്ടെന്നൊരു 10,000-ൽ നിന്ന് ഒരു 35,000 ലിറ്ററിലേക്ക് മാറുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് ഡാം അപകടത്തിലേക്ക് പോവുകയാണെന്ന്. അല്ലെങ്കിൽ ഡാമിൻ്റെ അപ്ലിഫ്റ്റ് പ്രഷർ ഭയങ്കരമായിട്ട് കൂടുക. ഇന്ന് അത് 10 ഉള്ളൂ, ഞാനൊരു നമ്പർ പറഞ്ഞതേ ഉള്ളൂ, അത് പെട്ടെന്ന് 50 അപ്പോൾ അപ്ലിഫ്റ്റ് പ്രഷർ കൂടുന്നു. അങ്ങനെ ഈ നമ്മൾ കാണുന്ന റീഡിങ്സ് മാത്രമല്ല, ആ റീഡിങ്സിൽ എന്ത് വ്യത്യാസം ഉണ്ടാകുന്നുള്ളതാണ് അനുസരിച്ചാണ് നമ്മൾ ഡാം സേഫാണോ അല്ലെന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ഇൻസ്ട്രുമെൻസും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോടതിയിൽ പോയി ഇൻസ്ട്രുമെൻറ്റ്സ് വെക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ കോടതി അത് ഉത്തരവിട്ടു. കുറേ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ തമിഴ്നാട് വെക്കാൻ നിർബന്ധിതരായി. അവർ 30 വർഷമായിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് വെക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യാത്ത കാര്യമാണ്. സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അവർക്ക് ചെയ്യേണ്ടി വന്നു. കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് വെപ്പിച്ചു. പിന്നെ ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സും അത് വെപ്പിക്കാനുള്ള നടപടിയാണ് ഞങ്ങളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വന്നാൽ ഡാം പരിശോധിച്ച് സേഫാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഈ കോടതിക്ക് അല്ല ഈ പഠിക്കുന്നവർക്ക് തീരുമാനിക്കാനൊക്കെ. അപ്പോൾ അതിനുള്ള നടപടിയായിട്ട് ഞങ്ങളിപ്പം മുമ്പോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടേക്കുന്നൊരു കാര്യം, ഒന്നെങ്കിൽ ഇൻ്റർനാഷണലായിട്ടുള്ള എക്സ്പേർട്സ് വന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള എക്സ്പേർട്സ് വന്ന് പഠിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പഠനം വരുവാണെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ഡാമിന് കുഴപ്പമുണ്ടെന്ന് പറയുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഒരു വളരെ എക്സ്പേർട്ടായിട്ടൊരു ബോഡി വന്ന് പറയുകയാണ്
തൽക്കാലത്തേക്ക് ഡാം സേഫ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കേണ്ടി വരും. പക്ഷേ ഈ ഡാം ഇന്നിപ്പോൾ ഈ സേഫാന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷം പിന്നെയും പരിശോധിക്കണം, പിന്നെയും സ്ഥിരമായിട്ട് പരിശോധിക്കുകയും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്നേ ഇവർ പറയണം ഡാം സേഫ് അല്ല. ഈ ഡാം സേഫ് അല്ല എന്ന് ഇവർ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കേരളത്തിലെ ഈ പ്രസ്ഥാനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി അവർ ഇനിയും അതിനുവേണ്ടി ശക്തമായിട്ട് വർക്ക് ചെയ്ത് ഈ ഡാം സേഫ് ആക്കാനോ അല്ലെങ്കിൽ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാനോ നോക്കണം. പക്ഷെ അതിനവർ ശ്രമിക്കുന്നില്ല. എന്നാൽ ഇവർ പറയുന്നുണ്ട് ഡാം അൺസേഫാണ്. പക്ഷേ ഇതിനു വേണ്ടി ഈ സേഫ് ആക്കാനോ ഒന്നും ഒരു പ്രവർത്തനവും പല ഭാഗങ്ങളിലൊന്നും ഇല്ല. അല്ലെങ്കിൽ അവർ പറയണം, നല്ല സ്റ്റഡിയൊക്കെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നല്ല സ്റ്റഡിയൊക്കെ കഴിഞ്ഞിട്ട് ഡാം സേഫാണെന്ന് പറയും. ഡാം സേഫാണ് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ താഴെ കിടക്കുന്നവർക്ക് മനസമാനത്തോടെ ഉറങ്ങും. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ നാട്ടിലൂടെ പ്രചരിക്കുന്നുണ്ട്. അതിൽ പലതും ശരിയുമല്ല. പക്ഷേ ജനമൊക്കെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. ഒന്ന്, ഈ രാജാവ് സ്വന്തം രക്തത്തിൽ കണ്ണീരോടെ എഴുതി ഇത് മുല്ലപ്പെരിയാർ ഡാം ഞാൻ ഈ സ്ഥലം വിട്ടുകൊടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊന്നും അല്ല അതിൻ്റെ സത്യം. ഇത് വർഷങ്ങളായിട്ട് അതിൽ ഈ മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതിന് 150 വർഷം മുമ്പേ അല്ലെങ്കിൽ 100 വർഷം മുമ്പേ ഈ രാമനാഥപുരത്തെ രാജാവ് പറഞ്ഞാണ് ഈ ഡാം പണിയുന്നതിനെക്കുറിച്ച് ആ രാജാവ് ആലോചിച്ച. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഡാം പണിയാനായിട്ട് അത്ര താല്പര്യമില്ല. അതൊരു വേണോ വേണ്ടയോ എന്ന് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇവർ ഈ ഡാം പണിത്. അവർക്ക് വലിയൊരു ആവേശമൊന്നും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ 1-2 എഞ്ചിനീയർമാരുടെ ഒരു നിർബന്ധത്തിനും അവരുടെ ഒരു ആഗ്രഹത്തിനും ഒക്കെയാണ് ഈ ഡാം പണിതല്ല. ബ്രിട്ടീഷ് സർക്കാരിന് ഇത് പണിതാൽ ലാഭകരമായിരിക്കുമോ, ഇതുകൊണ്ട് മെച്ചമുണ്ടാവുമോ എന്നൊക്കെ വളരെ സംശയം ഉണ്ടായിട്ട് ഒരു മനസ്സോടെ വേണമെന്ന് പറയാം അവർ പണിതേക്കുന്നത്. അപ്പോൾ ഒരു 10-25 വർഷമായിട്ട് തിരുവിതാംകൂറും പിന്നെ മദ്രാസ് പ്രസിഡൻസി, അതായത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള നെഗോസിയേഷൻ്റെ അവസാനമാണ് ഈ ഡാം പണിയുന്നുണ്ടാക്കിയത്. അപ്പോൾ ഇത് 3 രാജാക്കന്മാരുള്ള സമയത്ത് ഈ നെഗോസിയേഷൻ കഴിഞ്ഞാണ്. അപ്പം ഇത് വിശാഖം തിരുനാളാണ് ഇത് സൈൻ ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ എഗ്രിമെൻ്റ്, ഈ സ്വന്തം രക്തത്തിൽ എൻ്റെ ഹൃദയരക്തത്തിലാണ് എഴുതുന്നതെന്ന് പറയുന്നത് വിശാഖം തിരുനാളാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വിശാഖം തിരുനാൾ മഹാരാജാവ് 85 മരിച്ചു. ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്ന 86. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പല കാഴ്ചപ്പാടുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം മഹാരാജാവ് എന്തുകൊണ്ടത് സൈൻ ചെയ്ത് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് അന്നൊക്കെ ഈ പെരിയാർ എല്ലാ വർഷവും കരകവിഞ്ഞു. ആലുവയിലൊക്കെ എല്ലാ വർഷവും വെള്ളപ്പൊക്കമാണ്. അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി കുറേ വെള്ളം വേറെ എങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് ചിലപ്പോൾ മഹാരാജാവ് വിചാരിച്ച് കാണും. പിന്നെ അന്ന് വലിയ ഒരു സംഖ്യയാണ് നമുക്ക് അന്ന് വാടകയായിട്ട് കിട്ടി. ഇന്ന് നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും, അതായത് 1,20,000 ഏക്കർ സ്ഥലം പൂഞ്ഞാർ മഹാരാജാവ് കണ്ണന്തേവന് എഴുതി കൊടുത്തു. അതിനാണ്ട് 3,000 രൂപ എങ്ങാണ്ട് വർഷം വാടകയുള്ളത്. അതേസമയം 8,000 ഏക്കർ എഴുതി കൊടുത്ത് തിരുവിതാംകൂർ മഹാരാജാവ് അന്ന് മേടിച്ച് 40,000 രൂപ വാടക. അതൊക്കെ വലിയ വാടകയ്ക്കാണ് നമ്മളന്ന് കൊടുത്തേക്കുന്ന. 1. 2, ഈ പെരിയാറിൻ്റെ താഴെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ വെള്ളം മുങ്ങാതിരിക്കാൻ ഉള്ള ഒരു സംവിധാനമായിട്ട് ഈ ഡാം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മനസ്സോടെയാണോ രാജാവ് ഇത് കൊടുത്തതെന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. പിന്നെ അന്ന് ഈ തിരുവിതാംകൂർ, മദ്രാസ് എന്നൊക്കെ ഇന്ന് കേരളം എന്നുള്ള വ്യത്യാസം അന്നില്ല. ഈ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെല്ലാം വന്നേക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അവർ വന്നേക്കുന്നത്. 86 കരാറുണ്ടായത്. 95 അത് പണിത് തീർത്തു. പിന്നെ 1908 ഈ ഷട്ടർ ഒക്കെ പണിയുന്നത്. ആദ്യം ഒരു ഡിഫറെൻറ്റ് പ്ലാനായിരുന്നു. ആ പ്ലാനിൽ നിന്ന് വ്യത്യാസമായിട്ട് അത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് ഇത് നമ്മളിപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം പഴയതാന്ന് പറയുമ്പോൾ തന്നെ ഈ മെയിൻ ഡാമുണ്ട്, ബേബി ഡാമുണ്ട്. ബേബി ഡാമിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പഴയ ഡാമിൽ എക്സ്റ്റെൻസീവായിട്ടുള്ള വർക്ക് തമിഴ്നാട് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ അകത്ത് ഈ ഒഴുകിപ്പോയ സുർക്കിക്കും പകരം ഇവർ കോൺക്രീറ്റ് എടുത്ത് കയറ്റിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മെയിൻ ഡാമിൻ്റെ പുറകിൽ ഒരു ഫുള്ളി കോൺക്രീറ്റ് പാക്കിംഗ് ഡാം ഇവർ പണിതിട്ടുണ്ട് തമിഴ്നാട്. അപ്പോൾ സ്ട്രക്ചറലി വിലക്കുറവ് അതിന് കാണാൻ സാധ്യത കുറവാണ്. കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശം ഭൂകമ്പമുള്ള പ്രദേശം.
അപ്പം ഭൂകമ്പമുള്ള പ്രദേശത്ത് നിന്ന് ഇപ്പോൾ പുതിയ ഡാമുകൾക്കൊക്കെ ഭൂകമ്പത്തിനെതിരെയുള്ള മെഷേഴ്സ് ഉണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന് അങ്ങനെയുള്ള മെഷേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അതാണ് ഒരു വലിയ പ്രശ്നം. ഭൂകമ്പം വന്നാൽ ഡാം നിലനിൽക്കും. അവിടെ ഒന്നാമത് ഭൂകമ്പമുള്ള സ്ഥലം. രണ്ടാമത് ഹൈഡ്രോളജിക് സേഫ്റ്റി എന്ന് പറയും. ഹൈഡ്രോളജിക് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വെള്ളം, ഇപ്പോൾ 100 വെള്ളം വന്നാൽ ആ 100 വെള്ളവും ഷട്ടറിൽ കൂടെ കടത്തി വിടാനുള്ള ഷട്ടർ കപ്പാസിറ്റി കാണും. മുല്ലപ്പെരിയാർ ഡാമിന് അതില്ല. അതായത് ആവശ്യത്തിന് ഷട്ടറില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഒരു വലിയൊരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ എല്ലാ ഷട്ടറും തുറന്നിട്ടാലും വെള്ളം പോകാതെ ഡാം കവിഞ്ഞൊഴുകും. ഡാം കവിഞ്ഞൊഴുകിയാൽ അത് താഴെ വീഴും. അപ്പം ഏത് ഡാമാണെങ്കിലും, അത് മുല്ലപ്പെരിയാർ ഡാം എന്നല്ല, ഏത് ഡാമാണെങ്കിലും വെള്ളം കവിഞ്ഞൊഴുകി കഴിഞ്ഞാൽ അത് താഴെ, അത് ഓവർ ടോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഈ 2 കാര്യങ്ങൾ മുല്ലപ്പെരിയാറിൻ്റെ സേഫ്റ്റിയിൽ വലിയ ഇഷ്യൂ. ഒന്ന് ഭൂകമ്പം വരാം, പിന്നെ രണ്ടാമത് വലിയ വെള്ളപ്പൊക്കം വരുമ്പം ഈ ഷട്ടർ കപ്പാസിറ്റി ഇല്ല. ഷട്ടർ മുഴുവൻ തുറന്നിട്ടാലും ഡാം ചിലപ്പോൾ കവിഞ്ഞൊഴുകും. സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് ആദ്യം വന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ. ആദ്യം അവർ പറഞ്ഞു ഒരു പുതിയ ഡാം പണിയണമെന്ന് പറഞ്ഞു. അതിനുള്ള ഡാമിന് സൈറ്റൊക്കെ ചെയ്തു. പിന്നെ അവർ കുറച്ചു നേരം കഴിഞ്ഞ് വേണ്ട, പഴയ ഡാം തന്നെ ബലപ്പെടുത്തിയാൽ മതി എന്ന് അവർ പറഞ്ഞു. ഈ പുതിയ വന്ന റിപ്പോർട്ടുകൾ, ന്യൂയോർക്ക് ടൈംസിൽ വന്ന റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാർ കാണുന്നത്. അതൊരു ഒരു ഉള്ള അവൈലബിൾ ഡേറ്റ വെച്ചുള്ളൊരു പഠനം അവർ ചെയ്തിട്ട് അവർ എഴുതിയേക്കുന്നത്. അതൊരു അവരുടെ 2 ഗസ്റ്റ് റൈറ്റേഴ്സ് എഴുതിയേക്കുന്നത്. എന്തായാലും ഇത് ലോകമെമ്പാടും ഇതിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ റിപ്പോർട്ട് വന്നു. അതിനകത്ത് ലോകത്ത് 6 ഡാമുകൾ, ഏറ്റവും കുഴപ്പത്തിലായിരുന്ന 6 ഡാമുകളിലൊന്ന് മുല്ലപ്പെരിയാറായിട്ട് അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ 6 ഡാമിൽ 4 ഡാം ഓൾറെഡി ഡീകമ്മീഷൻ ചെയ്തു. ഈ അപകടമുണ്ടെന്ന് പറഞ്ഞു. ഇനി നിൽക്കുന്നത് ലിബിയയിലെ സിംബാബ്വേയിലെ സാംബിയയിലെ കണ്ട ഡാമും ഈ മുല്ലപ്പെരിയാർ ഡാമുമാണ്. അതുകൊണ്ട് ലോകത്തെമ്പാടും ഇതിനെക്കുറിച്ചൊരു വലിയ ആശങ്കയുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. റൂർക്കി ITയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് സീസ്മിക്കലി സേഫ് അല്ല. എർത്ത് ക്വേക്ക് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, വലിയ എർത്ത് ക്വേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ താഴെ വീഴാന്നുള്ളത്. ഇതിപ്പം പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ താഴെ വീഴുമെന്നല്ല ഇതിൻ്റെ പ്രശ്നം. വലിയ വെള്ളപ്പൊക്കം വരുമ്പം ഇതെന്ത് സംഭവിക്കും? ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ 14-ാം നൂറ്റാണ്ട് മുതൽ വലിയ വെള്ളപ്പൊക്കങ്ങളുണ്ട്. അങ്ങനെ വലിയ വെള്ളപ്പൊക്കം വന്നാണ് പെരിയാർ കരകവിഞ്ഞ് ഒഴുകി അത് മാറി അന്നത്തെ ആ കൊടുങ്ങല്ലൂർ പോർട്ടൊക്കെ പോയത്. അപ്പോൾ എല്ലാ 50-60 വർഷം കൂടുമ്പോൾ ഒരു വലിയ വെള്ളപ്പൊക്കം കേരളത്തിൽ സ്വാഭാവികമാണ്. ഈ വലിയ വെള്ളപ്പൊക്കം വരുമ്പം ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് മുല്ലപ്പെരിയാറിന് പറ്റുമോ എന്നുള്ളൊരു വലിയ ആശങ്കയുള്ള കാര്യമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വലിയ വെള്ളപ്പൊക്കങ്ങൾ പണ്ട് 50-60 വർഷങ്ങൾ വരുന്നത് അങ്ങനെയല്ല, പെട്ടെന്ന് വരിക വലിയ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമാറ്റിക് ഇവൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ മുല്ലപ്പെരിയാറിന് ചിലപ്പം പറ്റിയെന്ന് വരില്ല. ഈ 2018 പ്രളയത്തിൽ അതിൻ്റെ ഒരു പ്രഭവസ്ഥാനം പീരുമേടായിരുന്നു. അതായത് മുല്ലപ്പെരിയാറിൻ്റെ താഴെയാണ്. അപ്പം അവിടെയാണ് മാക്സിമം മഴ പെയ്തത്, പീരുമേട്ടിൽ. അതുകൊണ്ടാണ് പമ്പയിലേക്കും പെരിയാറിലേക്കും വെള്ളം വന്നത്. മുല്ലപ്പെരിയാർ ഭാഗത്ത് അത്രയധികം മഴ പെയ്തില്ല എങ്കിലും അവിടെ ഒരുമാതിരി മഴ പെയ്തു. എനിക്കൊന്ന് 10-40,000 ക്യൂസെക്സ് വെള്ളം വന്ന് 50,000 ക്യൂസെക്സ്. ആ വെള്ളമൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഡാമിനുണ്ട്. പക്ഷേ പീരുമേടിൽ പെയ്ത മഴ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആ പ്രദേശത്ത് പെയ്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അപകടം ഉണ്ടായേനെ. അതുപോലെ തന്നെ നമ്മൾ ഈ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ആ വെള്ളപ്പൊക്കത്തിൽ മൂന്നാറായിരുന്നു അതിൻ്റെ പ്രവേദം. മൂന്നാറാണ് മാക്സിമം മഴ പെയ്തത്. അത് മുല്ലപ്പെരിയാർ ഭാഗത്ത് പെയ്തിരുന്നെങ്കിൽ എന്താവുമെന്നുള്ള ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഈ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ, അതായത് ഏതാണ്ട് 624 സ്ക്വയർ കിലോമീറ്ററിൽ പെയ്യുന്ന മഴയെല്ലാം കൂടെ ഈ ഡാമിലേക്ക് വരും. ഇടുക്കി ഡാമിനും ഏതാണ്ട് 650 നിസാര അതുപോലെ തന്നെയുള്ള ഒരു കാച്ച്മെൻ്റ് ഏരിയ ഉള്ളത്. അതായത് ഇടുക്കി ഡാമും മുല്ലപ്പെരിയാർ ഡാമിനും ഏകദേശം ഒരേ കാച്ച്മെൻ്റ് ഏരിയ ഉള്ളത്. ഇടുക്കി ഡാമിൻ്റെ കപ്പാസിറ്റി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഏകദേശം 3-4 ഇരട്ടിയുണ്ട്. അപ്പോൾ 2 സ്ഥലത്തും ഒരുപോലെ മഴ പെയ്യുകയും പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിന് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുക എന്നുള്ള ഒരു അപകടമാണ്. നമ്മൾ ആലോചിച്ചാൽ മതി, 2 ബക്കറ്റ്, രണ്ടിലേക്കും ഒരേപോലെയുള്ള ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നു. ഒരു ബക്കറ്റ് വളരെ വലുതാണ്, അതിന് 100 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. മറ്റേ ബക്കറ്റിന് 25 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൂ. അപ്പം നാച്ചുറലി ഒരുപോലെ വെള്ളം വരുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം കവിഞ്ഞൊഴുകാനുള്ള സാധ്യത വളരെ കൂടുതൽ.
ഈ കേസ് നമുക്ക് ഹൈക്കോർട്ടിലൊന്നും ഫയൽ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം പിന്നെ ഈ സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ടാക്കി സുപ്രീം കോടതിയാണ്. അപ്പോൾ നമുക്ക് സുപ്രീം കോടതിയിൽ പോയി മാത്രമേ ഈ കേസ് നടത്താൻ ഒക്കുള്ളൂ. അതൊരു പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമായി സുപ്രീം കോടതിയിൽ കേസ് നടത്തുക എന്നുള്ളത്, സാമ്പത്തികമായിട്ടും പിന്നെ എൻ്റെ എമൗണ്ട് ഓഫ് എഫേർട്ട്. ഞങ്ങൾക്കിപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു 1 ലക്ഷം രൂപയുടെ ഫോട്ടോസ്റ്റാറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ എങ്കിലും അതിൽ കൂടുതലൊക്കെ ആയിരിക്കും. 2008 മുതൽ ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ 2008 മുതൽ 2024 ആയപ്പം 4 ജലവകുപ്പ് മന്ത്രിമാർ വന്നിട്ടുണ്ട്, 3 മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. തമിഴ്നാട് അങ്ങനെയല്ല. തമിഴ്നാടിൽ ഇതിനൊരു സിസ്റ്റമുണ്ട്. ഈ മുല്ലപ്പെരിയാർ വാച്ച് ചെയ്യാനും പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് ആക്ഷൻ എടുക്കാനും ഒരു സിസ്റ്റം അവരുണ്ടാക്കി വെച്ചത്. അത് കാവേരി സെല്ലെന്നാണ്, കാവേരി ടെക്നിക്കൽ സെല്ലെന്നാണ് തോന്നുന്നു അതിൻ്റെ പേര്. അതിൻ്റെ അകത്ത് ഈ വർഷങ്ങളോളം ഒരു എൻജിനീയർമാർ നിന്നിട്ട് ചിലപ്പോൾ അവർ തന്നെ പഠിച്ച് അവർ തന്നെ അതിനെ കണ്ടിന്യൂറ്റി ഉണ്ടാക്കി പോവുക. അതിലൊരാൾ എനിക്ക് തോന്നുന്നു 90 വയസ്സ് വരെ പുള്ളി ഈ ടീമിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ മാറുന്ന സമയമാകുമ്പം അടുത്തയാളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഇത് പഠിക്കുന്നത് അവർ എക്സ്പേർട്ടായിട്ടുണ്ട്. കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു മുല്ലപ്പെരിയാർ സെല്ലുണ്ടാക്കി. അതിൻ്റെ അകത്ത് ഈ ജെയിംസ് വിൽസനെ പോലെയുള്ള എഞ്ചിനീയർമാരുണ്ടായിരുന്നു. അവർക്ക് ലോകോത്തര നിലവാരമുള്ള എഞ്ചിനീയർമാരാണ്. അവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. ആ സെല്ല് കുറേ വർഷങ്ങൾ നിന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ സെല്ല് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഇതുമായിട്ട് നടക്കേണ്ട വരികയില്ല. അല്ല, സുപ്രീം കോടതി പോയാൽ മാത്രമേ കാര്യമുള്ളൂ. സുപ്രീം കോടതി പോയപ്പോൾ എനിക്ക് കിട്ടിയ വലിയ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത ഒരുപാട് ലോയർമാർ പിന്നെ വളരെ ചെറിയ തുകയ്ക്ക് വർക്ക് ചെയ്യാൻ തയ്യാറായി. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലർക്കുമാർ, ഏവോർമാർ, പിന്നെ ഞങ്ങളുടെ ഏവോർ TG നാരായണൻ നായർ സാറ് സുപ്രീം കോടതിയിലെ അന്നത്തെ ആദ്യത്തെ ഏവോർ, അദ്ദേഹം പൈസ ഒന്നും മേടിക്കാൻ വിസമ്മതിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. സാബു എന്ന് പറഞ്ഞ ക്ലർക്കുണ്ടായിരുന്നു, അവരൊക്കെ ഒരുപാട് സഹായിച്ചു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത അഡ്വക്കേറ്റ് സൂരജ്, പുള്ളി അദ്ദേഹമാണ് എന്നെ വഴിയെല്ലാം കാണിച്ചതെന്ന്. അപ്പം അദ്ദേഹവും ഒരു പ്രതിഫലം മേടിക്കാതെ ഇതിനു വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ജെയിംസ് വിൽസൺ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹം വളരെയധികം ഇതിനെക്കുറിച്ച് അറിവുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കൽ ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ കേസ് നടത്താൻ പറ്റിയത്. പിന്നെ ഇപ്പം ഞാനിൻ്റെ താഴെ താമസിക്കുന്ന ആളാണ്. എൻ്റെ ബന്ധുക്കളും എനിക്കുള്ള അസറ്റ്സും എല്ലാം ഈ ഏരിയയിലുള്ള. അപ്പം ആരെങ്കിലും ചെയ്യണം, അതുകൊണ്ട് ഞാൻ ഏറ്റവും ചെയ്യും. ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഈ വെള്ളം എങ്ങനെ വരും എന്നുള്ളത് ഇപ്പം കറക്റ്റായിട്ട് പറയാനൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മൂന്നാർ പ്രളയ സമയത്ത് ഈ കരിന്തിരി മല എന്ന് പറഞ്ഞൊരു മല അങ്ങ് തള്ളിപ്പോയി വെള്ളത്തിൻ്റെ വരവ് കാരണം. അപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്ന റൂട്ടിൽ പോകണമെന്നില്ല. ആദ്യം ഒരുപക്ഷെ ഇത് വേണമെങ്കിൽ കാഞ്ഞിരപ്പള്ളി ആ ഏരിയയിലേക്ക് പോകാം, ഒരുപാട് വെള്ളം. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ അറൈവൽ ടൈം ഇൻഡെക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ക്രിട്ടിക്കൽ അറൈവൽ ടൈം. അപ്പോൾ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ വെള്ളം വരുന്ന സ്ഥലങ്ങൾ തീർത്തും നശിച്ചു പോകും. അവിടെയാണ് മാക്സിമം നശിച്ചു പോകും. അതായത് പിന്നെ വണ്ടിപ്പെരിയാർ, പിന്നെ വള്ളക്കടവ്, കീരിമല, ചപ്പാത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ തീർത്തും 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് വരും. പിന്നെ വെള്ളം എങ്ങനെ പോകുന്നതെന്നനുസരിച്ചിരിക്കും. വെള്ളം 2 സ്ഥലത്തേക്കും പോകാം. ഒന്നെങ്കിൽ ഇടുക്കി ഡാമിലേക്ക് തന്നെ പോകാം, അല്ലെ കാഞ്ഞിരപ്പള്ളി പാല ഏരിയയിലേക്ക്, ആ ഏരിയയിലേക്ക് പോകാം. കാഞ്ഞിരപ്പള്ളി പാല ഏരിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ കൊണ്ട് കാഞ്ഞിരപ്പള്ളി പാല ആ ഏരിയയിലേക്ക് വരും. അത് വലിയ ഉപദ്രവം ചെയ്യും. കാരണം അവിടെ തിക്ലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്. അങ്ങോട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് രാത്രിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കും, വലിയ വൻ ദുരന്തം വരും. പിന്നെ ഇത് ഇടുക്കിയിലേക്കാണ് മുഴുവൻ വെള്ളം പോകുന്നുണ്ടെങ്കിൽ ഇടുക്കി ഡാം ഹോൾഡ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ദുരന്തം വരാൻ പോകുന്നത്. അത് പക്ഷേ ആഴപ്പാട് അതിനകത്തുള്ള ഒരു ഇനീഷ്യൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എറണാകുളം ജില്ലയിലും ഒക്കെ ഉള്ള ഒരു വലിയൊരു ശതമാനം ആൾക്കാർക്ക്, ഈവൺ ഇടുക്കി ജില്ലയുടെ താഴെ താമസിക്കുന്നവർക്കൊരു വാർണിംഗ് ടൈം കിട്ടും ഏതെങ്കിലും മലയിലേക്ക് ഓടിപ്പോകാനോ. പണ്ട് നമ്മൾ 2018 വെള്ളപ്പൊക്കം വന്നാൽ ആ ഏരിയ മുഴുവൻ ബാധിക്കും, അതിൽ കൂടുതൽ ബാധിക്കുന്നെങ്കിലേ ഉള്ളൂ. ആദ്യം വരുന്ന മരണം കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ഥലമെല്ലാം കൂടെ വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി പയ്യെ വർഷങ്ങളുകൊണ്ട് ഒരുപാട് ദുരിതവും. 6 ജില്ലകളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ഒന്ന് ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ടയുടെ ഭാഗങ്ങൾ, തൃശ്ശൂരിൻ്റെ ഭാഗങ്ങൾ, ആലപ്പുഴയുടെ ഭാഗങ്ങൾ. ഇതിൻ്റെ അകത്തപ്പം നമ്മളിപ്പം ഈ വെള്ളം ഒട്ടും
പ്രതീക്ഷിക്കാത്തൊരു ഭാഗമാണ് ആലപ്പുഴ. ഈ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ പക്ഷേ വളരെയധികം ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പിലല്ല, രണ്ടാമത്തെ സ്റ്റെപ്പിൽ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. കാര്യം ഈ ഇടുക്കിയും പിന്നെ അതിൻ്റെ താഴെയുള്ള ഡാമുകളും എല്ലാം കൂടെ പൊട്ടിങ് വരുവാണെങ്കിൽ വേമ്പനാട് കായൽ ഹോൾഡ് ചെയ്യൽ, ഇത്രയധികം വെള്ളം വേമ്പനാട് കായലിൽ ചെന്ന് പിടിച്ചു നിർത്താൻ പറ്റുകയില്ല. ഈ വേമ്പനാട് കായലിൽ നിന്ന് ഈ വെള്ളം ഒരുപക്ഷെ കടലിലേക്ക് ഒഴുകാം, അല്ലെ അത് പുറകോട്ട് പോകും. അപ്പോൾ അത് ആലപ്പുഴ ജില്ലയിലേക്ക് കൂടെ മുഴുവൻ വെള്ളം ഒഴുകും. എറണാകുളം ജില്ലയുടെയും കുറേ ഭാഗത്ത് ഈ വേമ്പനാട് കായലിൻ്റെയും കടലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തൂടെ വെള്ളം ഒഴുകും. പിന്നെ ഇൻ്റർനാഷണലി കുറച്ച് റിപ്പോർട്ട്സ് ഉണ്ട്, 3.5 മില്യൺ 35 lakhs ആൾക്കാരെ ബാധിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലൊക്കെ കൂടുതലായിരിക്കും ആക്ച്വൽ എന്ന് പറഞ്ഞാൽ മരണമല്ല പറയുന്നത്. പിന്നെ ആദ്യം ഇനീഷ്യൽ ഡെത്ത്, അതൊന്നും എനിക്ക് എന്നെക്കുറിച്ചൊരു എക്സാക്ട് കണക്കുകളില്ല. ജനങ്ങളുടെ ജീവൻ എനിക്ക് തോന്നുന്നു ഒരു 10, 80, 90 ലക്ഷം ആൾക്കാരുടെ ജീവനെ ബാധിക്കും. പലവട്ടം തമിഴ്നാടായിട്ട് യുദ്ധം ചെയ്ത് തോറ്റ് ജനം അത് ഇനി രക്ഷയില്ല എന്നുള്ളൊരു പിന്നെ വരുന്ന വരട്ടെ, മരിക്കാമെന്നുള്ളൊരു ചിന്തയിലേക്ക് ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് താഴെ ഈ വണ്ടിപ്പെരിയാർ, വെള്ളക്കടവ്, ചപ്പാത്ത് എന്നൊക്കെ ഉള്ളവർ അവർ തീർത്തൊരു നിസ്സംഗതയാണ് അവർക്ക്. കാര്യം പല പ്രാവശ്യമായിട്ട് യുദ്ധം ചെയ്ത് തോറ്റു. പിന്നെ അതിൻ്റെ അകത്ത് ഉണ്ടായ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഒരു അജിറ്റേഷൻ, വലിയൊരു അജിറ്റേഷൻ വന്നത്, വളരെ ശക്തമായിട്ട് ചപ്പാത്തിലൊരു അജിറ്റേഷൻ വന്നത്. ഈ അജിറ്റേഷൻ അതിൻ്റെ മൂർധന്യാവസ്ഥ നിൽക്കുമ്പം അതിൻ്റെ നേതാക്കൾ അജിറ്റേഷൻ ഉപേക്ഷിച്ച് ഇതൊന്നും വേണ്ട, ഇതൊന്നും അനാവശ്യമാണെന്നുള്ള രീതിയിൽ പെട്ടെന്നൊരു ദിവസം അവർ ഒരു നിലപാടെടുത്തു. അത് പിന്നെ ജനങ്ങളുടെ മനസ്സിൽ വലിയ ആഘാതമുണ്ടായി. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു പരിധിവരെ കാര്യമില്ല. നമ്മളൊരു വളരെ കോസ്മോപൊളിറ്റനായിട്ട് സ്റ്റേറ്റാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇത് തമിഴന്മാരും കേരളക്കാരുമായിട്ടുള്ള യുദ്ധമാണ്. അങ്ങനെ അല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാം പൊട്ടിയാൽ ആദ്യം ഈ ക്രിട്ടിക്കൽ അറൈവൽ ടൈമിൽ വരുന്നതിലൊരു വലിയ ശതമാനം തമിഴരാണ്. അപ്പം ഇത് മരിക്കുകയാണെങ്കിൽ, അവൻ പൊട്ടി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ ശതമാനം തമിഴർക്കാണ് ഇത് ഉപദ്രവം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അത് ഒരു തമിഴ് കേരള പ്രശ്നം അല്ല ഇത്, അങ്ങനെ അത് കാണുന്നതിൽ ശരിയല്ല. പക്ഷേ പല രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ അകത്ത് ഇടപെടാത്തതിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നം മൂത്ത് കഴിയുമ്പോൾ അത് തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മലയാളികളെ ബാധിക്കുമെന്നുള്ള വലിയ പേടി പല രാഷ്ട്രീയം. എന്തുകൊണ്ട് ഇതൊരു പിന്നെ ഈ വിഷയം വളരെയധികം രാഷ്ട്രീയവൽക്കരിച്ച്, അപ്പം ഡാം സേഫാണോ ഇല്ല എന്നതിനേക്കാളും കൂടുതൽ അതിനകത്ത് രാഷ്ട്രീയമാണ്. അപ്പം ഇതൊരു അൺസേഫാണ് കേരളവും, സേഫാണ് തമിഴ്നാടും സ്റ്റാൻഡ് എടുത്തു. ഇനി ആ സ്റ്റാൻഡിൽ നിന്ന് രണ്ടുപേരും പുറകോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വലിയ സമരത്തിനോ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിനോ ഒന്നും പോയില്ല. ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ച് കോടതി പറയുന്നത് എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരും. പിന്നെ ഡാം അൺസേഫ് ആണെന്നൊരു സ്റ്റഡി വന്നാൽ മാത്രമേ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ പോകുന്നു. ഇതുവരെ പിന്നെ സുപ്രീം കോടതിയുടെ വലിയ സപ്പോർട്ടാണ് ഞാൻ കൊടുത്ത കേസിൽ എനിക്കുണ്ടായത്. ആ വിധികളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള വിധികളാണ്. ഇപ്പം 2 വിധികൾ കിട്ടി. അതിൻ്റെ രണ്ടാമത്തെ വിധിയിൽ ഈ ഡാം തമിഴ്നാടിൻ്റെ കൺട്രോളിൽ നിന്ന് മാറ്റി ഇത് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലേക്ക് മാറ്റണം എന്നുള്ള വിധിയുണ്ട്. ഇപ്പം നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി സെറ്റപ്പ് ചെയ്തിട്ടില്ല. സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യപ്പെടാം തമിഴ്നാടിൻ്റെ കൺട്രോളിൽ നിന്ന് മാറ്റി. അപ്പം പിന്നെ എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങളുണ്ടായാൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി പെട്ടെന്ന് കണ്ടുപിടിക്കുകയും അതിന് പ്രതിവിധി ചെയ്യുകയും അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഡാം ഡീകമ്മീഷൻ ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറം ഒരു വിധിയാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ശക്തമായ വിധിയാണ്. പക്ഷേ അത് പിന്നെ അതിൻ്റെ ഭാഗങ്ങൾ എനിക്ക് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ 1 ബില്യൺ എക്കോണമി തമിഴ്നാടും പിന്നെ ഞാൻ ഈ ചെറിയൊരാൾ യുദ്ധം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് അതിൻ്റെ അകത്തുണ്ട്. ഈ കേരള സർക്കാരിലെ പലരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജലവിഭവ സെക്രട്ടറിമാർ എപ്പോഴും അവർ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. 1ാം പിണറായി സർക്കാരിലൊക്കെ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടി. 2ാം പിണറായി സർക്കാർ വന്നപ്പോൾ സപ്പോർട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. പക്ഷേ 1ാം പിണറായി ആ സർക്കാരിൽ നിന്ന് കുറച്ചുകൂടെ സപ്പോർട്ട് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ ഡീൻ കുര്യാക്കോസ് എന്ന MP ഉണ്ട്, ഇടുക്കി MP, അത് തന്നെ കുറച്ച് അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിൻ്റെ കാര്യങ്ങൾ ഇത് എനിക്ക് കിട്ടിയേക്കുന്ന വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പരിശോധിച്ചാൽ വലിയ വിധികളാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് റെക്കഗ്നൈസ് ചെയ്ത് പോയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതെനിക്ക് പോപ്പുലറൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ വിധി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ മുല്ലപ്പെരിയാർ പ്രശ്നം തീരും. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ
എനിക്ക് തോന്നുന്നു എവഞ്ചലി എനിക്ക് പറ്റും അത്. പക്ഷേ ഉടനെ നടത്താനായിട്ട് ഈ പറഞ്ഞ പോലെ തമിഴ്നാടുമായിട്ട് യുദ്ധം ചെയ്യാൻ പ്രയാസം അവർ വലിയ ശക്തിയാണ്. പക്ഷേ എവഞ്ചലി അത് നടക്കും. ഇത്രയും വലിയൊരു വിധി കിട്ടിയപ്പോൾ ഞാനത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോകും എന്നൊരു വിചാരത്തിലാണ് ഞാൻ നിന്നത്. ഇനിയിപ്പം പിന്നെ ഇത് നടത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സർക്കാരുകളെ സമീപിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ സമീപിച്ച് ഈ വിധി നടപ്പാക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില മാധ്യമപ്രവർത്തകർ നമ്മളിപ്പം കുറച്ച് തളർന്ന് ഈ കേസ് നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. തളർന്നിരിക്കുമ്പോൾ ഈ മാധ്യമപ്രവർത്തകർ വിളിച്ച് എൻകറേജ് ചെയ്താണ് പിന്നെ ഈ കേസുമായിട്ട് മുൻപോട്ട്. 2020 തുടങ്ങിയ 19 മുതലേ അതിൻ്റെ വർക്ക് തുടങ്ങി. 20 ഫയൽ ചെയ്തു, 22 ആയപ്പോൾ രണ്ടാമത്തെ വിധി കിട്ടി. പലപ്പോഴും നമ്മൾ തളർന്നിരിക്കുമ്പം ഒരു മാധ്യമപ്രവർത്തകർ എന്ന രീതിയിലല്ല, ഒരു സുഹൃത്തുക്കൾ എന്ന രീതിയിൽ പല മാധ്യമപ്രവർത്തകരും സഹായിച്ചു. കാര്യത്തിൽ പിന്നെ അതൊരു റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ എനിക്ക് ന്യൂസ് സ്പേസ് തരുന്നതിനപ്പുറം അവരൊരു ഈ കോസിനോടൊരു പ്രതിബദ്ധത കാണിച്ചു. ഇനിയിപ്പോൾ അത് കോടതി പോകണം, കോടതി പോയി ഈ ഉത്തരവ് നടപ്പാക്കണം. ഉത്തരവ് നടപ്പാക്കിയാൽ തീർച്ചയായിട്ടും കേരളത്തിന് വിജയം വരുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഈ പ്രശ്നം മുല്ലപ്പെരിയാർ പ്രശ്നം ഇൻ്റർനാഷണൽ പ്രശ്നമാണ്, ഇൻ്റർനാഷണലി അറിയാവുന്ന പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റർനാഷണലി ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടല്ലോ. യുക്രൈനുണ്ട്, അല്ലെ ഗാസ ഉണ്ട്, പിന്നെ ലോകത്തെല്ലായിടത്തും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രശ്നമാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ലോകമൊന്നും വേറെ ആരും ഒന്നും ചെയ്യുകയില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുള്ള പരിശ്രമമായിട്ട് മുമ്പോട്ട് 2011 നടന്ന പരിശോധനകളാണ്. ഇനി അത് കഴിഞ്ഞ് 2011 കാര്യമായിട്ട് ഒരു പരിശോധനയും മേജർ പരിശോധനകൾ പിന്നെ മുല്ലപ്പെരിയാർ നടന്നിട്ടില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അപേക്ഷിച്ചത്. ആ ഉത്തരവാണ് കോടതി തന്നത്. അതുടനെ നടക്കുമെന്ന് വിചാരിക്കുന്നു. പറ്റിയാൻ പോരാട്ടം എന്നുള്ളതല്ല ഞാനിത് തന്നെയൊന്നും ചെയ്യുന്നതല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജെയിംസ് വിൽസൺ എന്ന് പറഞ്ഞ എൻജിനീയറുണ്ട്. പുള്ളി ഈ ഡാമിനെക്കുറിച്ച് എല്ലാം പഠിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തരുന്നത് അനുസരിച്ച് ഞാൻ പോകുന്നു. അഡ്വക്കേറ്റ് സൂരജുണ്ട്. സൂരജാണ് പിന്നെ ഈ ലീഗലായിട്ട് നമ്മളൊന്നും ഇപ്പം എനിക്ക് സുപ്രീം കോടതി ഞാൻ തന്നെ പോയി ഒന്നും കാര്യം നടത്താനൊന്നും പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ അതിനുള്ള കുറേ രീതികളും മാമൂലുകളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണം, എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് എടുക്കണം, ഇതെല്ലാം ഈ അഡ്വക്കേറ്റുമാരും സൂരജുമാരും. അതുപോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ടീമിൽ ഡോക്ടർ ഗോകുമാരൻ നായർ സാറുണ്ട്. സാറാണ് ആദ്യമൊക്കെ ഞങ്ങളുടെയൊക്കെ കേസ് വായിച്ചുകൊണ്ടിരുന്നത്. എല്ലാ കേസുകളും ഇതുവരെ വായിച്ചിട്ടുള്ള മിക്കവാറെല്ലാം ഗോകുമാർ സാറൊക്കെ, അവരുടെയൊക്കെ ഒരു ഗൈഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സൂരജ് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടുകാരനാണ്. പിന്നെ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴെ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു വലിയ ഇടപെടൽ സപ്പോർട്ട് ഇതിനകത്ത്. ഇന്നുള്ള ഒരു ടോപ്പിക്കല്ല നാളെ ഉള്ളത്. ജൂൺ ജൂലൈ ആകുമ്പോൾ പയ്യെ മുല്ലപ്പെരിയാർ വിഷയം ആക്റ്റീവായിട്ട് വരും. അതൊരു നവംബർ വരെ നിൽക്കും. നവംബർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജൂൺ വരെ പിന്നെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ചിന്തയില്ല. എല്ലാ പാർട്ടികളുടെയും ഒരു സ്റ്റാൻഡാണ്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സേഫ്റ്റി. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരേ സ്റ്റാൻഡ് ആയതുകൊണ്ട് പിന്നെ അതൊരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു യുദ്ധവും ചലനവും വരാറില്ല. ചില കാര്യങ്ങളിപ്പം എനിക്ക് പബ്ലിക്കായിട്ട് വെളിപ്പെടുത്താൻ പറ്റില്ല. കാര്യം ഇതിനകത്ത് 2 തുറുപ്പുചീട്ട് കേരളത്തിൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ പിന്നെ പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം അത് ഒരുപക്ഷെ അത് പിന്നെ തമിഴ്നാടിൻ്റെ കയ്യിൽ ആ ഒരു ഇൻഫർമേഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. നമ്മളെ വളരെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പലപ്പോഴും തോൽവി നേരിട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കരാർ നമുക്ക് വളരെയധികം എതിരാണെങ്കിലും പിന്നെ നിയമപരമായിട്ട് പല എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും കേരളത്തിൻ്റെ കയ്യിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട 2 തുറുപ്പുചീട്ടുണ്ട്.